ഗായ്സ്, നമുക്കിന്നൊരു മീൻകറി ഉണ്ടാക്കിയാലോ. അപ്പൊ നല്ല അടിപൊളി മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മീനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗായ്സ്, നമുക്ക് മീൻകറിക്ക് വേണ്ടുന്നത് ഇത്രയൊക്കെയാണ്. ഒരു കുഞ്ഞുള്ളി, 2 തക്കാളിയൊക്കെയാണ് ആവശ്യത്തിന് വേണ്ടത്. അപ്പം നമുക്ക് കറിയാക്കിയാലോ. അമ്മ എല്ലാം ചടപടേന്നാണ് ഗായ്സ്. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വഴന്നു വന്നു. ഇനിയിപ്പോൾ അതിലേക്ക് തക്കാളി ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി അമ്മ മിക്സാക്കും. ഇത് എൻ്റെ അമ്മേൻ്റെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാം പടപടയെന്നാണ് ഗൈസ്, എല്ലാം പടപടയെന്നാണ്. അടിക്ക് പിടിക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടുകൊണ്ടേ അടിക്ക് പിടിക്കുന്നുണ്ട്. അത് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ്. നമ്മൾ കൊടംപുളി ഇട്ട് കൊടുക്കുവാണ് മീൻകറിയിലേക്ക്. അപ്പോൾ അമ്മ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. വലിയ പൊടികളൊന്നുമില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു കൊടംപുളി. അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മൺചട്ടി തന്നെ വെക്കണം കേട്ടോ. മീൻകറി വെക്കുമ്പോൾ മൺചട്ടി തന്നെ വെക്കുന്നതായിരിക്കും അടിപൊളി. അല്ല, സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. ടേസ്റ്റ് എന്ന് പറയാൻ കാരണം ഞാനിപ്പോൾ കഴിച്ചു നോക്കിയായിരുന്നു. കാരണം അമ്മ രാവിലത്തെ ദോശയും മീൻകറി എടുത്തിട്ട് പോയിട്ട് എനിക്ക് വായിൽ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. കൂടിക്കോളി, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം താങ്ക് യു സോ മച്ച്.